Hello, welcome back to my channel. So, ഇന്നത്തെ വീഡിയോ വരുന്ന ഒരു ആമസോൺ ഫാഷൻ ഹോളാണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്ന് ഞാൻ വേറെ എടുക്കുന്ന ലിപ്സ്റ്റിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ മാറ്റ് അവർ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഷെയ്ഡ് വരുന്നത് 10 എസ്പ്രസോ മാർട്ടിനി കേട്ടോ. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. സസഫ്രാസിൻ്റെ ടോപ്പാണ്. ഇത് റിബ്ഡ് ആയിട്ടുള്ള ടോപ്പാട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇതിങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ലോങ് ആയിട്ടുള്ള സ്ലീവ്സ് ആണ്. ഇത്രയുണ്ട് ലെങ്ത്ത്. ബേജ് ഷെയ്ഡാട്ടോ ഞാൻ പർച്ചേസ് ചെയ്തേ. അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് ഇപ്പോൾ ഞാൻ വേറെ ഇരിക്കുന്നത്. വേറെ ഷെയ്ഡ്സും അവൈലബിൾ ആട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും സൈഡിലിട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആട്ടോ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നതൊക്കെ. പിന്നെ ഈ ഒരു ബേജ് ഷെയ്ഡ് ബ്ലാക്ക് ബോട്ടത്തിൻ്റെ കൂടെ ഇൻസൈഡ് ആക്കിയിട്ട് സ്റ്റൈൽ ചെയ്യാൻ അടിപൊളിയാണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 449 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷർട്ടാണ്. ഇത് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്. ഇത്രയുണ്ട് ലെങ്ത്ത്. ഇങ്ങനെ സ്ട്രൈപ്സ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ലിങ്കിൽ വേറൊരു ഷർട്ടും കൂടി അവൈലബിൾ ആണ്. അത് ഞാൻ മുന്നത്തെ ഒരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേ. രണ്ടിൻ്റെ ഹെഡിങ് കോട്ടൺ ആണ് വരുന്നത്. പക്ഷേ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച ആ ഒരു സ്ട്രൈപ്ഡ് ഷർട്ട് വിസ്കസ് റയോൺ ആയിരുന്നു. അത് താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു വിസ്കസ് റയോൺ എന്ന്. പക്ഷേ മേളിലെ ഹെഡിങ്ങിൽ കോട്ടൺ നാട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കോട്ടൺ ആണെന്ന് വിചാരിച്ചിട്ടാണ് പർച്ചേസ് ചെയ്തത്. പക്ഷെ അത് വിസ്കസ് റയോൺ ആണ്. അതിൻ്റെ കൂടെയുള്ള വേറെ ഓപ്ഷനാണ് ഈ ഒരു ഷർട്ട്. ഇത് കോട്ടൺ ആട്ടോ. കോട്ടൺ എന്ന് പറയുമ്പം കോട്ടൺ ബ്ലെൻഡ് ആയിട്ടാട്ടോ വരുന്നത്. ഇത് കുറച്ചൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ലോങ് സ്ലീവ്സ് ആണ്. ഇതിൻ്റെ കൂടെ ന്യൂഡ് കളർ ഇന്നർവേഴ്സ് ആട്ടോ കുറച്ചുകൂടി സ്യൂട്ട് ആവുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഓപ്പൺ ആയിട്ടാണ് ഇടുന്നെങ്കിൽ ഇതിൻ്റെ കൂടെ വൈറ്റ് ക്രോപ്പ് ടോപ്പ് ഒക്കെ വെച്ച് പെയർ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ബട്ടൺസ് ആണെങ്കിൽ ഹിഡൻ ആയിട്ടാട്ടോ വരുന്നത്. ഇതിൻ്റെ മേലെ ഈ ഒരു ലെയർ വരുന്നുണ്ട്. അപ്പോൾ ബട്ടൺസ് ഇടുമ്പോൾ അത് ഹൈഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഷർട്ടാണ്. ഇത് ഹൈ സ്റ്റാറിൻ്റെ ആണ്. ഹൈ സ്റ്റാറിൻ്റെ ഒരു ഷർട്ടും കൂടി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ മുന്നേ ഒരു പ്ലെയിൻ വൈറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാട്ടോ. ഇവർക്ക് നല്ല ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. ഇത് ഞാൻ മേടിച്ചത് 880 റുപ്പീസിനാണ്. ഈ ഒരു ലിങ്കിൽ വേറൊരു ഷർട്ടും കൂടെ അവൈലബിൾ ആണ്. സ്ട്രൈപ്സ് വരുന്നത്. അത് ഞാൻ മുന്നത്തെ ഹോൾ വീഡിയോയിൽ കാണിച്ചത്. അത് വിസ്കസ് റയോൺ ആട്ടോ മെറ്റീരിയൽ. ഇത് ഒരു കോട്ടൺ ബ്ലെൻഡ് ആണ്. അടുത്തതും ഹൈ സ്റ്റാറിൻ്റെ ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് ആട്ടോ. ഇത് അടിപൊളിയായിട്ടുള്ള ഷർട്ടാണ്. ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും ഇങ്ങനെ സ്ട്രൈപ്സ് ആണ് വരുന്നത്. ഇതിലാണെങ്കിൽ വിഡ്ത്ത് കൂടിയ സ്ട്രൈപ്സും ഉണ്ട്, വിഡ്ത്ത് കുറഞ്ഞ സ്ട്രൈപ്സും ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിക്കാവേ. അപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ ഒരു സൈഡിൽ വിഡ്ത്ത് കൂടിയ സ്ട്രൈപ്സ്, ഒരു സൈഡിൽ വിഡ്ത്ത് കുറഞ്ഞ സ്ട്രൈപ്സ്. പിന്നെ പോക്കറ്റിനാണെങ്കിൽ വിഡ്ത്ത് കുറഞ്ഞതാണ് വരുന്നത്. ഇങ്ങനെയാണ് ബാക്ക്. ഇവിടെ വിഡ്ത്ത് കുറഞ്ഞ സ്ട്രൈപ്സ്, ഇങ്ങോട്ട് വിഡ്ത്ത് കൂടിയ സ്ട്രൈപ്സ്. വെറൈറ്റി ഷർട്ടാട്ടോ. ഇത് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്. ഇത്രയുണ്ട് ലെങ്ത്ത്. കോളറിനാണെങ്കിൽ വിട്ട് കുറഞ്ഞ സ്ട്രൈപ്സ് ആണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷർട്ടാണ്. കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് 989 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു പാൻസ് ആണ്. ഇത് ഹണി ബൈ പാന്തലൂൺസിൻ്റെ ആണ്. അടിപൊളിയായിട്ടുള്ള പാൻസ് ആട്ടോ. ഇത് ഹൈ വേസ്റ്റഡ് ആണ്. പിന്നെ വൈറ്റ് ലെഗ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ എലാസ്റ്റിക് വരുന്നുണ്ട്. രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. ബാക്കിലും 2 പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ഏറ്റവും അടിയിലും ഇവിടെ ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടല്ല വരുന്നത്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നൂല് കുറേ പൊന്തി നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മോഡൽ പാൻസ് ആണ്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടെ അവൈലബിൾ ആണ്. സോ ഇത് ഞാൻ മേടിച്ചത് 909 റുപ്പീസിനാണ്. അടുത്ത ഒരു കുർത്ത സെറ്റാണ്. ഇൻഡോറേൻ്റെ ആണ്. ഇൻഡോറേൻ്റെ കോട്ടൺ കുർത്ത സെറ്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇപ്പോൾ സ്ലീവ്ലെസ് കുർത്ത സെറ്റാണ്. എക്സ്ട്രാ സ്ലീവ്സ് വരുന്നില്ല കേട്ടോ. വീനെക്കാണ്. നെക്കിൻ്റെ ഇവിടെ ലേസ് വെച്ചിട്ടുണ്ട്. മൊത്തം ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റാണ്. സ്ട്രെയിറ്റ് കുർത്തയാണ്. ലൈനിങ് ഒന്നുമില്ല കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ മേടിച്ച് മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാട്ടോ. ഇതാണ് പാൻസ്, ബാക്കിലാണ് എലാസ്റ്റിക്, ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. സോ ഇത് കോട്ടൺ മെറ്റീരിയലാണ് ആൻഡ് ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 899 റുപ്പീസിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.